അമ്മണി ലോഡ്ജ് കൊള്ളാം, നല്ല പേര്. മലയാളം ബിഗ് ബോസ് സീസൺ 6 അതിന്റെ നിലപാട് അന്വർത്ഥമാക്കുന്ന അടിപൊളി പേരാണ് സാബുമൻ ചാർത്തി കൊടുത്തിരിക്കുന്നത്. അമ്മണി ലോഡ്ജിലെ കുറേ ലീലാവിലാസങ്ങളും അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ബിഗ് ബോസ് എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ ഒരു അക്ഷരത്തെറ്റ് പോലും ഇല്ലാതെ വന്ന് അവതരിപ്പിക്കുന്ന മോഹൻലാൽ. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ്സുകൾ അതുപോലെ തന്നെ ലൈക്കൊക്കെ വീഡിയോയിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇന്നലെ എന്തായിരുന്നു ബിഗ് ബോസ് സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെ നമ്മൾ കണ്ടു. സത്യം പറയാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇന്നത്തെ വീഡിയോ തുടങ്ങുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു നാണമില്ലേ? ഇതുപോലെ ഒരു വൃത്തികെട്ട ഷോ, ഒരു അളിഞ്ഞ ഷോയുടെ ഹോസ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീക്കെൻഡിലും വരും. കൃത്യമായി ബിഗ് ബോസ് എന്ത് എഴുതി കൊടുക്കുന്നോ അത് വന്ന് കാണാപ്പാടം അങ്ങോട്ട് പറയുക, അല്ലാതെ തൻ്റെതായ ഒരു അഭിപ്രായവും ഇല്ല. നമുക്ക് കൃത്യമായിട്ട് കാണാം. എന്ത് കാര്യം പറയുമ്പോഴും പറയും പ്രേക്ഷകരുടെ വക്താവാണ് ഞാൻ. എന്ത് കോപ്പ്, ഏത് പ്രേക്ഷകരാണ് ഇന്നലെ വന്ന് എപ്പിസോഡില് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് പ്രേക്ഷകരാണുള്ളത്? മേ ബി ഒരു 10% ആളുകളെ വേണമെങ്കിൽ എടുത്തോളൂ. ബാക്കി 90% ആളുകളും നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തോടും ഒരു അഭിപ്രായങ്ങളോടും യോജിക്കുന്ന പ്രേക്ഷകർ അല്ല. അതിനുള്ള തെളിവുകളാണ് ഇവിടെയുള്ള കമ്മ്യൂണിറ്റി പോളുകളും ഇവിടെയുള്ള കമന്റ്സും കാര്യങ്ങളും. എല്ലാവധ വൃത്തികേടും പറഞ്ഞതിന് ശേഷം അത് എടുത്ത് അങ്ങനെ തന്നെ പ്രേക്ഷകരുടെ തലയിൽ കൊണ്ട് ചാർത്തി കൊടുക്കും. അപ്പൊ കൃത്യമായി ഓരോ കാര്യങ്ങളായി എടുത്തു പറയാം. ഇന്നലെ വന്നതിന് ശേഷം എന്താണ് ഇന്നലത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്? അൻസിബയെയും ഋഷിയെയും നിർത്തിപ്പൊരിച്ചു. അവർക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ, അവരെ ഇനി മാക്സിമം അവരെ എങ്ങോട്ട് അടിച്ചു താഴ്ത്തും? ഞാൻ സമ്മതിക്കുന്നു, ഋഷി അൻസിബയുടെ കൂടെ നിന്ന് കളിക്കാറുണ്ട്, അവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇന്നലെ അൻസിബേനെ ഇത്രമാത്രം മോശക്കാരിയായി ചിത്രീകരിക്കാൻ നാണമില്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്. ഊള എന്ന് പറയുന്ന ഒരു വാക്ക് കൃത്യമായി അഭിഷേക് ഇന്നലെ അവിടെ എടുത്തു പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്? ഊള. ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഊള എന്ന് പറയുന്ന വാക്കിന് ഇത്രമാത്രം ഒരു പ്രത്യേക അംഗീകാരം ലഭിച്ച കാര്യം. അതുകൊണ്ടായിരിക്കും ജാസ്മിൻ ഊള എന്ന് പറഞ്ഞ ആ മോശക്കാര്യം കാരണമാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതെന്ന് അഭിഷേക് പറഞ്ഞപ്പോ ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഒരു അക്ഷരം തിരിച്ചു പറയാതിരുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ജാസ്മിനോട് ചോദിക്കാതിരുന്നത്. ഇതിപ്പോ ഒരു സിറ്റുവേഷൻ അല്ല, പല സിറ്റുവേഷനായി. ഈ ഷോയില് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റർ ആയതിനു ശേഷം പല കാര്യങ്ങളും കാണാത്ത പോലെ കണ്ണടച്ച് ജാസ്മിന് വേണ്ടി സൈഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ജിൻഡോയെ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് വിളിച്ച കാര്യം ആരും മറന്നുപോയിട്ടില്ല. പല ആളുകളുടെയും ആ ഷോയിലെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ പോലെ. ഇനി എടുക്കാം, കഴിഞ്ഞ ആഴ്ച ജിൻഡോയെ പട്ടിയോടാണ് ഉപമിച്ചത്. പട്ടിയുടെ ഫീച്ചേഴ്സ് ആണെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. അതെന്താ? ജാസ്മിൻ പറയുമ്പോൾ ഏത് വൃത്തികെട്ട വാക്കും ഏത് അശ്ലീല വാക്കും നല്ല വാക്കുകളായി മാറോ? ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണോ എല്ലാ വീക്കെൻഡിലും മോഹൻലാൽ വന്ന് മറ്റ് കണ്ടസ്റ്റന്റിനെ ഇത്ര മോശമായി ചിത്രീകരിക്കുന്നത്? എസ്പെഷ്യലി അൻസിബയെ പോലെ ഒരു പെൺകുട്ടിയൊക്കെ വളരെ നന്നായിട്ടാണ് ഗെയിമിൽ നിൽക്കുന്നത്. അതായത് ഒരു സമൂഹത്തിലാണ് അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് താൻ നിൽക്കുന്നത്. താൻ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, അങ്ങനെയുള്ള നല്ല നല്ല മെസ്സേജസ് ഒരു സമൂഹത്തിന് കൊടുക്കുന്ന അൻസിബയെ പോലെയുള്ള ഒരു വ്യക്തിയെ ഇത്ര മോശമായി ഇന്നലെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ആ ഷോയിൽ ചിത്രീകരിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആരുടെ കളിപ്പാവയായി നിന്ന് തുള്ളിക്കൊണ്ടാണ്? വളരെയധികം നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനങ്ങളോട് നമുക്ക് യോജിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പറയുന്നു, ജാസ്മിനെ റസ്മിൻ തല്ലിയ കേസ് ഭയങ്കര ഘോരമായി തല്ലിയെങ്കിൽ എന്തുകൊണ്ട് റസ്മിനെ പുറത്താക്കിയില്ല? റോക്കിയെ പുറത്താക്കിയ പോലെ തന്നെയല്ലേ പറയുന്നത്? റസ്മിൻ ഭയങ്കര മാരകമായി ആക്രമിച്ചു എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ റസ്മിന് മഞ്ഞക്കാടല്ലോ കൊടുക്കേണ്ടത്. എന്തിനു മഞ്ഞക്കാട് കൊടുക്കണം? ആ ഷോയിൽ നിന്ന് പിടിച്ച് പുറത്താക്കല്ലേ ചെയ്യേണ്ടത്? ഒരു കാര്യങ്ങളിൽ തന്നെ പല നീതി. അതിനെ പറയും നമ്മൾ തെണ്ടിത്തരം കാണിക്കുക എന്ന് പറയുന്നത്. കാര്യം ചോദിക്കട്ടെ, ആ ഗസ്റ്റുകൾ അബീബി ഹോട്ടലിൽ വന്നതിന് ശേഷം, നമ്മുടെ അമ്മണി ലോഡ്ജിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്ത ആളുകളാണ്
ജിൻഡോ, ശ്രീതു, അർജുൻ അവരാണ് അവിടെ ഏറ്റവും കൂടുതൽ നന്നായി പണിയെടുത്തത്. അത് ഗസ്റ്റുകൾ പോലും പറഞ്ഞ കാര്യമാണ്. ഈ ലാലേട്ടന്റെ വായയിൽ എന്ത് കോപ്പ തിരികിയിരുന്നല്ലേ, അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ഉണ്ടെന്നത് നമ്മൾ കണ്ടില്ല. അതെന്താ, ജിൻഡോനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയില്ല എന്ന് ലാലേട്ടൻ എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള മാതിരിയെ നമുക്ക് തോന്നിയത്. അതുപോലെ തന്നെ ജയിലിൽ പോയ ആളുകൾ, അതായത് ഋഷിയും ജാസ്മിനും ഒരു പണിയും കൊടുത്തില്ല. സുഖിക്കാൻ അങ്ങോട്ട് ബിഗ് ബോസ് ഇറക്കി വിട്ടു. സുഖിച്ച് കയറി വന്നു. ജാസ്മിൻ അങ്ങനെ അവിടെ ഫ്രീ ആയിട്ട് പോയതൊന്നല്ല, വായല നാവ് കൂളില്ലാത്തതിന് വേണ്ടി തന്നെയാണ് ജയിലിൽ പോയി കിടന്നത്. ഊള എന്ന് പറഞ്ഞ വാക്ക് ലാലേട്ടൻ അറിയില്ലെങ്കിൽ അത് ഇപ്പോഴും മോശം വാക്ക് തന്നെയാണ്. അത് ഒരിക്കലും ഒരു നല്ല വാക്കായിട്ട് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു വൃത്തികേട് പറഞ്ഞു. കമ്പാരിറ്റീവ്ലി മറ്റ് കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അങ്ങ് ജാസ്മിൻ തന്നെയാണ്. സോ ജയിലിൽ പോകേണ്ടത് ജാസ്മിൻ തന്നെയാണ്. അല്ലെങ്കിൽ മറ്റാളുകൾ കുറ്റം ചെയ്തെങ്കിൽ, ഋഷിയും പോയില്ലോ, ബാക്കി പിന്നെ ചെയ്തത് റഷ്യ, പിന്നെ കുറ്റം ചെയ്യാത്ത വേറെ ആരും അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ റസ്മിൻ പവർ റൂമിലാവുമ്പോൾ അത് ഒരിക്കലും ബിഗ് ബോസ് സമ്മതിക്കാറില്ല. അപ്പൊ അവിടെ പോവാൻ നല്ല അർഹതപ്പെട്ട ഒരാള് ജാസ്മിൻ തന്നെയാണ്. അല്ലെങ്കിൽ ബിഗ് ബോസിന് പറയായിരുന്നു ഊള എന്ന വാക്ക് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു, അതൊരു നല്ല പദമായി സ്വീകരിച്ചിരിക്കുന്നു, അപ്പൊ ജാസ്മിന് ജയിലിൽ പോകണ്ട എന്ന് ബിഗ് ബോസിന് വേണമെങ്കിൽ തീരുമാനമെടുക്കാമായിരുന്നു. അല്ലാതെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വേറെ എന്തു പറയും? അപ്പൊ ഞാൻ പറയുന്നത്, ജയിലിൽ പോയി എല്ലാവരുടെയും പടങ്ങൾ വരയ്ക്കാൻ അല്ലെങ്കിൽ കാർട്ടൂണുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് കൊടുത്തു. ഓരോ കാർട്ടൂണുകൾ വരച്ച് ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള ഓരോ അഭിപ്രായങ്ങൾ അതിനകത്ത് എഴുതി. ജാസ്മിനും ഋഷിയും ജിൻഡോയെ കുറിച്ച് കള്ളൻ പെരുങ്കള്ളൻ എന്നൊക്കെയാണ് എഴുതിയത്. അതെന്താ, ജിൻഡോ അവിടെ കള്ളത്തരം കാണിച്ച് അവിടെ ആരെങ്കിലും എന്തെങ്കിലും കട്ടെടുത്തു. അത് കേട്ടിട്ട് ലാലേട്ടൻ മിണ്ടിയില്ല. അപ്പൊ ജിൻഡോ കള്ളനാണെന്ന് ലാലേട്ടൻ പറയാതെ പറയുമല്ലേ. റസ്മിനും ജാസ്മിനും തമ്മിൽ അടിയുണ്ടായ സിറ്റുവേഷൻ നിങ്ങൾ അത് എടുക്കുക. എൻഡ് ഓഫ് ദ ഡേ ആ ഹോട്ടലിന്റെ ഓണേഴ്സിന്റെ അടുത്ത് പോയിട്ടാണ് ജാസ്മിൻ പറയുന്നത് നിങ്ങൾ അവിടെ ഒന്നിരിക്കണം. അവിടെ പോയി ഇരിക്കണോ ഇരിക്കണ്ടേ എന്നുള്ളത് ആ ഹോട്ടൽ ഉടമകൾക്ക് അതിന് ഡിസിഷൻ എടുക്കാം. അതിനൊരു ഡിസിഷൻ എടുക്കാൻ അവർക്കൊരു അർഹതയില്ലെങ്കിൽ അവരവരുടെ ഹോട്ടലിലെ റോബോട്ട് പറഞ്ഞത് അനുസരിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്തൊരു ന്യായമാണ്? ഹോട്ടലിലെ റോബോട്ട് വന്ന്, അതായത് അവരുടെ മുതലാളിമാരോട് പറയുവാണ് അവിടെ വന്നിരിക്കണത്, അവരുടെ ഇഷ്ടമാണോ ഇരിക്കണ്ടേ എന്നുള്ളത്. ഇപ്പൊ അവിടുത്തെ റോബോട്ട് പറഞ്ഞാലും ഗസ്റ്റ് പറഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ അതിന്റെ ഓണർക്ക് തീരുമാനിക്കാം താൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി അൻസിബയൊക്കെ ഒരുമാതിരി ഡാഷാക്കുന്ന സ്വഭാവം അത് നമുക്ക് ആർക്കും അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തുകൊണ്ട് വന്നിരുന്നില്ല? ഗസ്റ്റ് പറഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളൊരു ഹോട്ടലിൽ പോയി എന്ന് വെച്ചിട്ട് അവിടെ ഗസ്റ്റ് പറയുന്ന എല്ലാ കാര്യത്തിനും നിന്ന് താളം തുള്ളുന്ന ആളുകളല്ല ഹോട്ടലിന്റെ ഓണേഴ്സ്. അവർക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നതേ അവർ ചെയ്യത്തുള്ളൂ. ഗസ്റ്റിന് പിന്നീട് ഹോട്ടലിലേക്ക് തിരിച്ചു വരണ്ടേ എന്നുള്ളത് ഗസ്റ്റിന്റെ തീരുമാനമാണ്. ഒരു ഗസ്റ്റ് വന്ന് കെട്ടിത്തൂങ്ങി ചാവാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിവേ ഹോട്ടലിലെ ഓണേഴ്സിന് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ വക ന്യായൊന്നും കൊണ്ടുവന്ന് ജാസ്മിനെ വെള്ളപൂശി, ജാസ്മിൻ അവിടെ ചെയ്തത് തെണ്ടിത്തരം തന്നെയാണ്. കാര്യം റസ്മിൻ ജാസ്മിനെ തല്ലെങ്കിലും ജാസ്മിൻ അവര് ഒരു കുക്കിംഗ് ചെയ്യുന്നതിനിടയിൽ വന്ന്, അതും ഇത്രമാത്രം ഓയിലൊക്കെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന് അത് ഓഫ് ചെയ്യുക. അപ്പൊ അവിടെ എങ്ങനെയാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായത്? ഞാൻ വിളിച്ചു, അവര് വന്നില്ല, ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു വേണമെങ്കിൽ ജാസ്മിന് പോകാറുണ്ടല്ലോ. അപ്പൊ ജാസ്മിന്റെ വാശിയാണ് ജാസ്മിൻ അത് ഓഫ് ചെയ്യണം, അവരെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. റസ്മിൻ തല്ലിയതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. റസ്മിൻ തല്ലിയതിനെ റസ്മിനെ പുറത്താക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അവര് രണ്ടുപേരും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ട്, റസ്മിനും ജാസ്മിനും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ട് അതില് അൻസിബയെ പിടിച്ച് കൊടയുന്ന ലാലേട്ടന്റെ ഒരു മറ്റേ പരിപാടിയില്ലേ, അത് ഒരു പ്രേക്ഷകനും അംഗീകരിക്കാൻ പറ്റില്ല. തല്ലുണ്ടായവര് തമ്മിലല്ല പ്രശ്നം, തല്ലിന്റെ ഇടയിൽ പെട്ടുപോയി അത് റസ്മിനെ പിടിച്ചു മാറ്റി പ്രശ്നങ്ങളും തീർക്കാൻ ശ്രമിച്ച അൻസിബയ്ക്കാണ് ഇന്നലെ മൊത്തം കുറ്റം. എന്തിനാണ് അൻസിബയെ ഇത്ര മോശമായി ചിത്രീകരിക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോ കമ്മ്യൂണിറ്റി പോളും എടുത്തു നോക്കുവാണെങ്കിൽ ജാസ്മിൻ അൻസിബയുടെ പുറകിലാണ്. ജാസ്മിൻ ഒരിക്കലും ഫ്രണ്ടിലോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. മാസീവ് ആയിട്ട് അൻസിബയെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇതിന്റെ എല്ലാം പുറകിൽ നല്ല കളികൾ നടക്കുന്നുണ്ട്. ശക്തമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റിനെ, നന്നായി കളിക്കുന്നു എന്ന് തോന്നുന്ന കണ്ടസ്റ്റന്റിനെ, അല്ലാതെ അലവലാതിത്തരം മൊത്തം 19 ദിവസം ഒരു ഷോയില് കാണിച്ച് വൃത്തികേട് കാണിച്ച് അശ്ലീലം കാണിച്ച് നടന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഒരാഴ്ച കൊണ്ട് അലക്കി വെളുപ്പിക്കാൻ ഏതൊരുത്തം വന്നാലും അതിന് അനുവദിച്ചു കൊടുത്തുകൂടാ. അർഹതപ്പെട്ടവർക്ക് കപ്പ് കിട്ടണം. അല്ലാതെ അലവലാതിത്തരങ്ങൾ കാണിച്ച്, ആഭാസം കാണിച്ച്, പേക്കൂത്തുകൾ കാട്ടി ഈ ബിഗ് ബോസ് ഷോ തുടങ്ങിയ അന്ന് മുതൽ ഈ ഷോക്ക് ഇത്രയ്ക്കും വൃത്തികേട് ആയിട്ടുള്ള ഒരു നെയിം സമ്പാദിച്ചു കൊടുത്ത മോളാണ് ജാസ്മിൻ മോള്.
എത്ര ആളുകൾ വന്ന് എൻ്റെ കമന്റ് ബോക്സിൽ നിറങ്ങിയാലും എനിക്കൊരു പ്രശ്നമില്ല. നല്ല ധൈര്യവും അതിനേക്കാൾ കൂടുതൽ തൊലിക്കെട്ടിയുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇത്ര ധൈര്യമായിട്ട് ഞാൻ വിളിച്ചു പറയുന്നത്. അപ്പൊ അവിടെ കിടന്ന് കരയെ കാര്യം ഉണ്ടാവത്തുള്ളൂ. ഒരു റിപ്ലൈ പോലും ഇനി തൊട്ട് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ താഴെ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കാം. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകരോടും ഞാൻ പറയുവാണ്, ജിൻഡോക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കണം. കാരണം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ്, അതായത് ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ജിൻഡോയെ അവിടെ നിന്ന് ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമുക്കറിയാം. ഇത്രയും നന്നായി ഹോട്ടൽ ടാസ്കിൽ പെർഫോം ചെയ്ത ജിൻഡോയുടെ പേര് ഇന്നലത്തെ എപ്പിസോഡിൽ വന്നിട്ടില്ല. തുടക്കം തുടങ്ങി ഒടുക്കം വരെ ആ ഷോയിൽ ഏറ്റവും വൃത്തികേടായി നിന്ന ജാസ്മിന്റെ പേര് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ജാസ്മിനെ പിടിച്ചുയർത്തി അൻസിബയെ അടിച്ചു താഴ്ത്തി ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ വൃത്തികേടുകൾക്കെതിരെ ജനങ്ങളാണ് മറുപടി പറയേണ്ടത്. വോട്ടിന്റെ രൂപത്തില്, കമന്റ്സിന്റെ രൂപത്തില്. എല്ലാ ആളുകളും, നമുക്കറിയാം ഒരു ഗ്രൂപ്പ് തന്നെ ജാസ്മിനെ വെള്ളപൂശാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിനെതിരെ നീതിക്ക് വേണ്ടി നിൽക്കുന്ന ആളുകൾ, കണ്ണ് കാണുന്ന ആളുകൾ, എന്താണ് സത്യമെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ എല്ലാവരും നന്നായി കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യണം. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കറിയാം, ഷോ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ വളരെ കൺസിസ്റ്റന്റ് ആയി വളരെ അടിപൊളിയായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. എന്ത് കാര്യം കൊടുത്താലും തനിക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും മാക്സിമം എഫേർട്ട് ഇട്ട് അത് ആ ഹോട്ടൽ ടാസ്കിൽ പ്രകടമായിരുന്നു. ഫസ്റ്റ് ഡേയിലെ ഹോട്ടൽ ടാസ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നീടാണ് റോബോട്ടായി കിട്ടിയപ്പോഴാണ് എന്തൊക്കെയോ ജാസ്മിൻ പെർഫോം ചെയ്തത്. ഞാൻ ചോദിക്കുന്നത് ഈ ബാക്കി കണ്ടസ്റ്റൻസിന്റെ വീട്ടുകാരോടാണ്. നിങ്ങൾ കാണുന്നില്ലേ ഈ ഷോയില് കാണിക്കുന്ന ബാക്കി എന്തുമാത്രം കണ്ടസ്റ്റൻസ് അവിടെ പട്ടിയെ പോലെ പണിയെടുക്കുന്നുണ്ട്? അവർക്ക് എന്തെങ്കിലും ഒരു പരിഗണന ഈ BBയിൽ കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും ആളുകള് വീക്കെൻഡിൽ വന്ന ലാലേട്ടൻ പോലും ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ, ലൈക്ക് നമുക്കറിയാം എല്ലാ ആഴ്ചയും വരുമ്പോ റസ്മിന്നോറ, ഈ ആഴ്ചയാണ് അൻസിബേനെ കുറ്റം പറയാൻ വേണ്ടി അൻസിബയുടെ പേര് പറഞ്ഞത്. അതല്ലാതെ അവിടെ ഇഷ്ടം പോലെ കണ്ടസ്റ്റന്റ് ഉണ്ട്. ആരെങ്കിലും അഭിഷേക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എണീപ്പിച്ച് നിർത്തി ആള് പറഞ്ഞ കാര്യത്തിന് ലാലേട്ടൻ ഒരു വാക്ക് പോലും മറുപടി പറഞ്ഞില്ല. എന്തേ അഭിഷേക് പറഞ്ഞില്ലേ ജാസ്മിൻ ഊള എന്ന് വിളിച്ചത് കൊണ്ടാണ് ജാസ്മിനെ ജയിലിലേക്ക് ഇട്ടേന്ന്. അപ്പൊ എന്തുകൊണ്ട് ലാലേട്ടൻ അതിൽ പ്രതികരിച്ചില്ല? പ്രതികരിക്കില്ല, കാരണം പ്രതികരിക്കാൻ പാടില്ല. പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്ത് ബിഗ് ബോസിന്റെ വെറും കളിപ്പാവയായി. എനിക്ക് സത്യം പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് മോഹൻലാൽ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം മാത്രമേ വരുന്നുള്ളൂ. കാരണം അത്രയ്ക്കും മോശം ഒരു പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ അത്രയ്ക്കും മോശം ഒരു എപ്പിസോഡായിരുന്നു ഇന്നലത്തെ എന്നല്ല ഈ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഇങ്ങനെ തന്നെയാണ് പുള്ളിക്കാരന്റെ അഭിനയം കേട്ടോ. ഇതൊരിക്കലും സത്യമായ കാര്യങ്ങൾ പറയുന്നല്ല, അഭിനയിക്കുകയാണ്. ഈ അഭിനയം ഒരു പ്രേക്ഷകനും ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇനിയും പറയേണ്ടി വരും. അപ്പൊ പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാം. ഈ കാണുന്ന എല്ലാ ആളുകളും കമന്റ്സ് രേഖപ്പെടുത്തുക. അങ്ങനെയെങ്കിലും നിങ്ങളുടെ പ്രതിഷേധങ്ങൾ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തോ എന്നൊന്നും നമുക്കറിയത്തില്ല, പക്ഷേ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നെ ഇരിക്കണം. പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോയുമായി തിരിച്ചു വരാം. അപ്പൊ പൊങ്കാലയിടാനുള്ള മക്കളൊക്കെ വന്ന് വേഗം പൊങ്കാലടിച്ചോളൂ. ഞാനിവിടെ നിങ്ങളുടെ പൊങ്കാലകൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീണ്ടും വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.